ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അതെ അവിടെ ഒരാളിരിപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ ഇടാൻ സമയമൊന്നും കിട്ടുന്നില്ല. അതിന് മാത്രം പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ല, പക്ഷെ എനിക്ക് മടിയായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. സോ കുറേ കാലം ഈ കുരുപ്പിനെ വെച്ചിട്ടാണ് ഞാൻ ഷോർട്സൊക്കെ ഇട്ടിരുന്നത്. സോ കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വ്ളോഗ് എന്താണെന്ന് പറഞ്ഞാൽ, ആ കൂടെ ഇരിക്കുന്നതിൻ്റെ ആളുടെ പേരാണ് കോഫി. ഓക്കെ, അപ്പോൾ കോഫീനെ എനിക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയതാണ്. സോ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു പൂച്ച വരികയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, നോക്കാൻ പാടായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് ആക്ച്വലി. പക്ഷെ സത്യം പറഞ്ഞാൽ അത് കറക്റ്റാണ്, ഭയങ്കര പാടാണ് നോക്കാൻ. ഇല്ല, അത്ര പാടൊന്നുമില്ല, പക്ഷെ കുറച്ച് അവനായിട്ട് ഒരു പേഴ്സണൽ റൂമില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി പണിയായിരിക്കും, എസ്പെഷ്യലി പോട്ടി ട്രെയിനിങ് ചെയ്യാത്തൊരു പൂച്ചയാണെങ്കിൽ. ഞങ്ങൾക്കിവിടെ കിട്ടിയപ്പോൾ ഒരു 3 മാസമൊക്കെ തികഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 6-7 മാസമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വന്നിട്ട്. പണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ വന്ന ടൈമിലൊക്കെ ഭയങ്കര കുസൃതി ആയിരുന്നു കേട്ടത്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക് സ്പെഷ്യലി. പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ആള് കുറച്ചൊക്കെ കാം ഡൗൺ ആയിട്ടുണ്ടെന്ന്, അത്രയ്ക്ക് കാം ഡൗൺ ആയിട്ടില്ല, എന്നാലും ഇച്ചിരിയൊക്കെ ഒരു ഒരു സമാധാനമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ലൈഫിൽ. സോ പൂച്ചനെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ എവിടെയെങ്കിലൊക്കെ യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ നോട്ടം ഇങ്ങോട്ടാണ് കേട്ടോ, ഈ ക്ലിപ്പിലേക്കാണ് ഈ നോട്ടം വന്നേക്കുന്നത്. സോ നമ്മൾ പൂച്ചനെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരൽ കുറയലും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൺട്രോൾഡ് ആവുകയും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടെന്നാണ് സയൻസ് പറയുന്നത്. പക്ഷേ ഇവനെ വാങ്ങിച്ച കാലം തൊട്ട് എനിക്ക് ഹാർട്ട് അറ്റാക്കാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട് ജനല തുറന്നിട്ട് പോയാൽ ചാടിപ്പോണ വഴി അറിയില്ല, പെട്ടെന്നാണ് ഇവർക്ക് ചാടിപ്പോകാൻ തോന്നുക. അത് നമ്മൾ എത്രയൊക്കെ നല്ല ഫുഡ് കൊടുത്താലും, നമ്മൾ വെള്ളം വെച്ച് കൊടുത്തു, നമ്മൾ അവനെ റൂം, നമ്മളെക്കാട്ടും നല്ലൊരു റൂം അവന് കൊടുത്തു, സംവിധാനങ്ങൾ കൊടുത്തു, എന്തൊക്കെ കൊടുത്തിട്ടൊരു കാര്യമില്ല, പുള്ളി ചാടിപ്പോവും. ഒരു ഡോർ ഇച്ചിരി തുറന്നു വെച്ചാലോ അല്ലെങ്കിൽ ജനലയുടെ പകുതി ഇച്ചിരി തുറന്നിരുന്നാലും ചാടിപ്പോണ വഴി അറിയില്ല. ഒരു ദിവസം അങ്ങനെ ചാടിപ്പോയിട്ട് താഴേന്ന് അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയാണ് കൊണ്ടുവന്നത്. നിങ്ങളുടെ പൂച്ച അവിടെ താഴെ ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ ഡെലിവറി നടക്കണ്ടായിരുന്നു. സോ അവിടുത്തെ സിസ്റ്റർമാർ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ വരെ റെഡി ആയിരുന്നു എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കൊണ്ടുവന്നപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് നല്ല കരച്ചിൽ വന്നു. അതായത് ഞാൻ അവൻ്റെ റൂം ക്ലീൻ ആക്കാനായിട്ട് ഇങ്ങനെ കാറ്റൊക്കെ കടക്കട്ടെ എന്ന് വെച്ചാൽ വെന്റിലേഷൻ ഓൾറെഡി ഉണ്ട്, നെറ്റ് കെട്ടിയിട്ടുണ്ട്, പക്ഷെ റൂമൊക്കെ ഒന്ന് ഫ്ലോറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ജനലൊക്കെ തുറന്നിട്ട് നല്ല ശുദ്ധവായു അകത്ത് കടക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചപ്പോൾ അങ്ങനെ വെച്ചു. അങ്ങനെ വെച്ചിട്ട് ജനല ഞാനിങ്ങനെ കൊളുത്തിട്ടപ്പോൾ എൻ്റെ തോന്നലത് കൊളുത്തിട്ടെന്ന്. ആക്ച്വലി ഞാൻ കൊളുത്തിട്ടുണ്ടായിരുന്നില്ല, പകുതി കൊളുത്ത വീണിട്ടുണ്ടായിരുന്നു. സോ അത് ഒരു കാറ്റടിച്ചപ്പോൾ പകുതി ഇങ്ങനെ തുറന്ന് വിൻഡോ അങ്ങോട്ട് തുറന്നു പോയി. ആ ഗ്യാപ്പിൽ കൂടെ അവൻ ഓടിപ്പോയി. ഇങ്ങനെയാ ജീവനോടെ കിട്ടുന്നത് എനിക്കറിയില്ല. കാരണം ജനലയുടെ താഴെ വന്നിട്ട് ഒന്നുമില്ല അവന്. ആ ഒരു തിണ്ട്, ഒരു സൺഷെയ്ഡ് പോലത്തെ ഒരു ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്, അതുമേക്കൂടെ ആളിങ്ങനെ നീങ്ങി ഞങ്ങളുടെ ബാൽക്കണി വഴി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയതാണ് സംഭവം. സോ അന്ന് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായി. പിന്നെ ഞാൻ അടിച്ചു, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. സോ പൂച്ചനെ വാങ്ങുകയാണെങ്കിൽ എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോകണം. ചില പൂച്ചകൾ എന്ത് തുറന്നിട്ടാലും പുറത്തോട്ടൊന്നും പോവില്ല, പക്ഷെ എൻ്റെ പൂച്ച അങ്ങനെയല്ല. അന്ന് നല്ലോണം ഞാൻ അന്ന് രാത്രി കരഞ്ഞിട്ട് ഉറങ്ങി. ഞാൻ അലച്ചു, ദൈവം ഇതിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എൻ്റെ മൊത്തം ജീവിതം തന്നെ പോയാലുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാൻ. അപ്പോൾ പൂച്ചനെ വാങ്ങുന്നവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ഇവനുണ്ടായിട്ട് ഇപ്പോൾ ഒരു 7 മാസമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര നമുക്ക് ഒരു ബോർഡം ഉണ്ട് എന്ന് വെച്ചോ. ബോർഡം ഉണ്ടെങ്കിൽ ഇവന് അടുത്തുള്ളപ്പോൾ ഭയങ്കര സമാധാനം, ഇവന്റെ ചാട്ടം കളി. ഇവന്റെ ഫേവറേറ്റ് ഒരു ടോയ് ഉണ്ട് കേട്ടോ, ഇതാണ് കേട്ടോ അവന്റെ ഫേവറേറ്റ് ടോയ്. ഡേ ഇതിന്റെ തലവട്ടം കണ്ട എവിടെയാണെങ്കിലും ചാടി വരും. ബാ ആദ്യപ്പോരത് അതെ വലിയ പതുക്കെ വരുന്നുണ്ട്, പതുക്കെ ഇത് ആക്രമിക്കാനുള്ള സ്വഭാവത്തിൽ ഇപ്പോൾ വരും. ഇത് നമ്മൾ എത്ര നേരം വെച്ചു കൊടുത്താലും പുള്ളിക്കാരി അവിടെ ഇരുന്നു. ഭയങ്കര എൻ്റർടൈൻമെന്റ്, എത്ര കിട്ടിയാലും മതിയാവില്ല. ആദ്യം ഇതിൽ വേറെ പിങ്ക് സ്റ്റിക്കായിരുന്നു, അതിൻ്റെ അകത്തും ഇതുപോലെ ഫെദറും ബെല്ലൊക്കെ ആയിട്ട്, പക്ഷെ അത് പൊട്ടിപ്പോയിട്ടായിരുന്നു. സോ ഞാനിത് ഓൺലൈനിൽ നിന്ന് പുതിയതായിട്ട് മേടിച്ചതാണ്. എങ്ങനെയാണെങ്കിലും ഭയങ്കര എൻ്റർടൈൻമെന്റ് ആൾക്കത്. എനിക്കിപ്പോൾ എന്തെങ്കിലും വർക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കാണ്ടെങ്കിൽ ഞാൻ ആ റൂമിൽ കൊണ്ടുവയ്ക്കും. റൂമിൽ കൊണ്ടുവച്ച് ഒരു ശല്യവും ഇല്ലാണ്ട് ഒരു ഫാന് പേര് അടുത്ത് പിടിപ്പിച്ചു. ഈ അടുത്ത് ആ ഫാന് പിടിപ്പിച്ചത് സൈഡിൽ സീലിംഗ് ഫാൻ.
ആ റൂമിൽ ഒരു ശല്യമില്ലാണ്ട് ജല്ലയിൽ ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുന്നത് നോക്കി ഇങ്ങനെ മരങ്ങളിൽ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ആടുന്നതൊക്കെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തിൽ പൂച്ചകൾ കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഇങ്ങനെ നമ്മളെ ഇരുത്തുന്നോളും. ഇപ്പം നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പോൾ ചില ആനിമൽസിൻ്റെ അല്ല ചില പെറ്റ്സിനൊക്കെ ആണെങ്കിൽ അറ്റൻഷൻ ഭയങ്കരമായിട്ട് വേണം. അപ്പം അങ്ങനെ ഒരു അറ്റൻഷൻ സീക്കർ അല്ല നമ്മുടെ ഈ കോഫി ചേച്ചി. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ സെലക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വൈറ്റ്, നീലക്കണ്ണ്, പച്ചക്കണ്ണൊക്കെ ഉള്ളതൊക്കെ മേടിക്കാന്ന് വെച്ചത്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റായി. ഇതുപോലെ ഞാൻ ഫ്ലാറ്റായി. ഇഷ്ടം തോന്നി കണ്ടപ്പോൾ തന്നെ. ആ ഒരു ക്യൂട്ട്നെസ്സും വൈറ്റ് ആണെങ്കിൽ ഭയങ്കര വൈറ്റ്. എനിക്ക് അത്രയും വൈറ്റ് ഇപ്പൊ എനിക്ക് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവര്. പക്ഷെ ഈ ഓറഞ്ചിന്റെ ഒരു ക്യൂട്ട്നെസ് കിട്ടില്ല. ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവിടെ ചാട്ടം തുടങ്ങിയിട്ടാ. നല്ല രീതിക്ക് ചാടുന്നുണ്ട് ആ ക്ലിപ്പിന്റെ പുറത്ത് കാണിക്കാൻ വേണ്ടിട്ട്. ഇടയ്ക്ക് പട്ടിക്കുട്ടിയാന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇങ്ങനെ ചാടി ചാടിക്ക് പോണത് കാണണം. അതെ, ഞാൻ ട്രൈപ്പോഡമിക്ക് കയറാനൊക്കെ നോക്കൂ. ഇതിന്റെ ഒരു ഇതിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നതാണ് ഭയങ്കര രസം. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്ക് നമുക്കൊരു മാന്ത് തരുമ്പോൾ ഇപ്പൊ മാന്ത് കൊള്ളുമ്പോൾ മാന്തന്റെ വേദനയൊക്കെ നമുക്ക് വിഷമം. അപ്പൊ നമ്മുടെ മറ്റേ വിഷമം നമ്മൾ മറക്കും. പ്രത്യേകത ഒരു ജീവിതമാട്ടെ ഇതിന്റെ. ഇവന് എന്താണ് ഇവന്റെ മനസ്സിൽ കൂടെ പോണേന്ന് എനിക്കും അറിയില്ല, ഇവനും അറിയില്ല. ഇപ്പൊ ഈ സാധനം പിടിക്കാൻ നോക്കാം. അതെ, ഇതാണ് ഫുൾ കളി. ഭയങ്കര ഫണ്ണാട്ടോ ഇതിന്റെ ഒപ്പം ഇങ്ങനെ ചെയ്യാൻ. ഇടയ്ക്ക് ഇങ്ങനെ പായൽ ഇങ്ങനെ മാന്തും. പിന്നെ ഒരു പ്രശ്നം ഇവനെ കൊണ്ട് എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പോട്ടി ട്രെയിനിങ് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. പോട്ടി ട്രെയിനിങ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് പോട്ടിയുടെ ഇതിൽ നമ്മളൊരു ബോക്സ് വെക്കും, ലിറ്റർ ബോക്സ് വെക്കും. ലിറ്ററിൻ്റെ അകത്ത് ഞാൻ ലിറ്ററൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടും വലിയ ഗുണമൊന്നും കിട്ടിയില്ല. ഗുണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് എന്താ പറയുക, പുറത്തിടണമെന്ന് തോന്നിയാൽ പുറത്തിടും. അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ തന്നെ കുറിച്ച് പറഞ്ഞത് മനസ്സിലാക്കിയുള്ള വിഷമം കണ്ട മുഖത്ത്. നിന്നെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ലിറ്റർ ട്രെയിനിങ് നടപടി ആയിട്ടില്ല. പിന്നെന്താ അങ്ങനത്തെ കുഴപ്പങ്ങൾ. അതുകൊണ്ട് ആ റൂം സെറ്റ്. ആദ്യം നമ്മൾ ഹാളിൽ ഇട്ടപ്പോൾ ഇവിടെയൊക്കെ യൂറിനേറ്റ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് അടിച്ചിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ തന്നെ പൂച്ച വീണ്ടെന്ന് മനസ്സിലാവും, അത്രയും സ്മെല്ലാണ്. അപ്പോൾ ആ ലിറ്റർ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ടിഷ്യൂ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്തടിച്ച് തീർന്ന് പൊക്കോളും. സോ അവിടെയാണ് പ്രോബ്ലം. അല്ലാണ്ട് നമുക്ക് ഇവിടെ സമാധാനം തരുന്ന ജീവിയാണ്. പിന്നെ ഇങ്ങനെ വല്ലാത്ത ഇങ്ങനെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചാൽ പണി പാളും. അതുമൊക്കെ പോയിട്ട് ആൾ ട്രൈ ചെയ്യാൻ ഒരു കുരുപ്പാണിത്. ഇടയ്ക്ക് ഒരു തലകുത്തി പറിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് വലിയ ശല്യമൊന്നുമല്ല. ഇത് പാവാ. നിന്നെ തന്നെയാ എന്റെ ഇഷ്ടപ്പെട്ടിട്ടെടുത്തത്. ഇടയ്ക്ക് സൈറ്റൊക്കെ അടിച്ച് കാണിക്കൂട്ടാ. മനസ്സിനോട് എന്താ പോണേന്നൊരു എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ കുറേയൊക്കെ റിസർച്ച് ചെയ്യാൻ നോക്കി ഇങ്ങനെ ഈ പേർഷ്യൻ കാറ്റ്സിന്റെ എന്താണ് അവരിത്. എനിക്കൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല. അവരിങ്ങനെ എന്തെങ്കിലും കിട്ടി അതിന്റെ പുറകെ ഇങ്ങനെ ചാടി ചാടി ഇറക്കും. പക്ഷെ ആ കുളിപ്പിക്കുന്നതാണ് വല്ലാത്തൊരു പാട്. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഒന്നും എടുത്ത് കുളിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇവർക്ക് വെള്ളം അലർജിയാണ്. സോ ഞാനിപ്പോൾ കറണ്ടിൽ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു തുണി എടുക്കും. ആ തുണി ഇങ്ങനെ ഇവന് വേണ്ടിയിട്ട് തന്നെ ഒരു തുണി വെച്ചിരിക്കുന്നത് കേട്ടോ. ആ തുണി ഞാൻ എടുക്കും, ചൂടാക്കിയിട്ട് ഒരു മീഡിയം വാമ്, പൊള്ളുന്ന ചൂടല്ല, ഒരു മീഡിയം വാമാക്കിയിട്ട്. ഞാൻ ഇവർക്ക് അത്ര തണുത്തുള്ള ഇവർക്ക് പറ്റത്തില്ല. സോ മീഡിയം വാമാക്കിയിട്ട് ഞാനിങ്ങനെ മേത്തിക്കോടെ ഇങ്ങനെ ഉപ്പിടിക്കും, ഇങ്ങനെ തുടച്ചെടുക്കും. അധികം മീൻസ് ഭയങ്കര വൃത്തികേടൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കുളിപ്പിക്കുന്നത് വെച്ചാൽ ഞാൻ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ഡോറങ്ങ് അടയ്ക്കും. ഇത് വലിയ ആക്രമണ സ്വഭാവം ഇല്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ കുളിപ്പിക്കുന്നത്. ചില പൂച്ചകളൊക്കെ കണ്ടിട്ട് മാന്തി പൊളിക്കും. നമ്മൾ ഒരു തുള്ളി വെള്ളം തുടർന്ന് സമ്മതിക്കും. നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് അവനെടുത്താൽ പോലും നമ്മളെ മാന്തുന്ന പൂച്ചയുണ്ട്. ഇത് ഭാഗ്യത്തിന് ആ ഒരു കാറ്റഗറിപ്പെട്ട പൂച്ചയല്ല എൻ്റെ ഭാഗ്യം. സോ ഞാൻ ബാത്റൂമിൻ്റെ ഡോറൊക്കെ അടച്ചിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ പതുക്കെ കോരി ഒഴിച്ച് അവസാനം സോപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് പണി തീർത്ത് വിടും. അങ്ങനെ വൈപ്പ് ചെയ്തിട്ട് വിടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നല്ല രസത്തിലൊക്കെ നമ്മൾ സഹകരിച്ചിട്ട് ഇടയ്ക്ക് മ്യാന്ന് പറയും. പക്ഷെ പെട്ടെന്നൊന്ന് തീർത്ത് വിട്ടാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുളിപ്പിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ 7 മാസമായത് കൊണ്ടാട്ടോ. ഇനിയിപ്പോൾ വളർന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കയ്യിൽ നിൽക്കൽ ഓടിയൊക്കെ പോവും, അല്ലെങ്കിൽ എന്നെ പിടിച്ച് മാന്തും. ഇപ്പോൾ ഒരു ഗുഡ് ഗേളായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ ഗുഡ് ഗേളാണ്. എന്നാൽ ഇടയ്ക്കൊരു ബാഡ് ഗേൾ കയറി വരും അതിന് തന്നെ. അതാണൊരു പ്രശ്നം. ഇങ്ങനെ പായ കണ്ട അതെ എന്തെങ്കിലുമൊക്കെ മാഞ്ചി പറിക്കും അല്ലേ. കടിക്കില്ല കേട്ടോ, അങ്ങനത്തെ ചീത്ത സ്വഭാവമൊന്നുമില്ല സുന്ദരിക്ക്. ഞാൻ ഇവൻ്റെ കോംബ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ചീപ്പ് ഇതാട്ടോ. നല്ല അടിപൊളി കോംബോ. ആദ്യം ഒരു കോംബോ നമ്മൾ മേടിച്ചിരുന്നു, അതിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല.
ആ കോംബോ വന്നിട്ട് ചെയ്യുക അവന്, അതായത് 2 സൈഡ് കോംബോ ആയിരുന്നു. ഒരെണ്ണത്തിൽ ഭയങ്കര തിന്നായിട്ടും ഒരെണ്ണത്തിൽ തിക്കായിട്ടും. പക്ഷെ അത് ചെയ്യുമ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഓടും. കരഞ്ഞെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര അഡ്ജസ്റ്റിങ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് എടുക്കുന്നത്. നല്ല സുഖം അവനത് ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബ്രഷാട്ടോ. ബ്രഷും ഉണ്ട്, ഇതിൽ വെള്ളം ഒഴിക്കാനുള്ളൊരു സ്പോട്ട് ഉണ്ട്. ഇത് തുറന്നിട്ട് വെള്ളം ഒഴിക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ലൈറ്റ് കത്തിയിട്ട് ഇതിന് ഇങ്ങനെ സ്പ്രേ വരും. ഇത് അവന് വലിയ ഇഷ്ടമില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കാനും പറ്റാത്ത സമയത്ത്, അല്ലെങ്കിൽ കുളിപ്പിക്കാനല്ലെന്ന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അവർക്ക് ഇങ്ങനെ അവരെ ഫർ ഇങ്ങനെ കൊഴിഞ്ഞു പോകില്ല. അപ്പൊ ആ സമയത്ത് ഒന്ന് വെറ്റാക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്യാനുള്ളത്. അപ്പൊ വെള്ളം ഒഴിച്ച് കാട്ടും നല്ലത്. ഇതിനൊപ്പം തന്നെ ഇങ്ങനെ വേപ്പർ പോലെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇച്ചിരിയൊക്കെ അവരെ ആ ഒരു ഫർ ഒന്ന് ഇതാക്കാൻ വേണ്ടി. ചിലപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഷെഡിങ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഫറൊക്കെ ഇതൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് നല്ല ഗുണം. ഇത് ആക്ച്വലി ഇതിൽ ചൂടുവെള്ളം അല്ല കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കും. നോർമൽ വാട്ടർ ആണെങ്കിലും ഹോട്ട് വാട്ടർ ആണെങ്കിലും ഇത് ഒഴിച്ചാൽ ഇത് അത്യാവശ്യം നല്ല തണുത്ത ഒരു വേപ്പറായിട്ടാണ് വരാം. തണുത്ത വെള്ളം വരാം. ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് പരീക്ഷിച്ച് നോക്കി. പക്ഷെ തണുപ്പായിട്ടാണ് വന്നത്. ഞാനത് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ബാത്ത് അങ്ങനെയല്ല, തണുപ്പായിട്ടത് വരാം. സോ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ അവന്റെ ടോയ് എന്ന് പറഞ്ഞ ഇതാ നല്ല അടിപൊളി ടോയ് ആട്ടോ. ഇത് എല്ലാവരും ഇത് ആക്ച്വലി ടോയ് വന്നിട്ടേ ഞാനിത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരട്ടെ. 3 മോഡുകളുണ്ട്. പച്ചയാണ് ഇത് നോർമൽ മോഡ്, ഇത് കുറച്ചുകൂടി സ്പീഡ് മോഡ്, ഇത് ഫാസ്റ്റസ്റ്റ് മോഡ്. ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ പോകും. അടിപൊളി സാധനം അത്. ഇവന് ഇത് പേടിയാണ് എന്നാ ഇഷ്ടമാണ്. ഇത് രണ്ടിലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആള് നിൽക്കുന്നത്. പിന്നെ ആ ടോയിൻ്റെ അകത്ത് മുടി കുടുങ്ങി അതൊന്ന് സ്റ്റക്കാവും. സോ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഹെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പേടിച്ച് ചെറിയ പേടിയുണ്ട് കേട്ടോ. അവർക്ക് പേടിയുണ്ട് അന്ന് അതിനടുത്തേക്ക് ഓടി വരും. ഇതിൻ്റെ അകത്താണ് പോകുന്നത്. എടാ അത് ഇഷ്ടമില്ല, വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് വന്നിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ല കച്ചറ ഹെയർ ഒക്കെ ഉണ്ടെങ്കിലും അടിപൊളി ക്ലീൻ ചെയ്തോളും. മൾട്ടി പർപ്പസ് ടോയ് ആണത്. സോ ഇത് എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ റെഡ് ഓർഡർ ചെയ്ത, പക്ഷേ റെഡ് സ്റ്റോക്കില്ല, ഗ്രീനാണ് വന്നത്. 100 സംതിങ് അതിൻ്റെ വില എന്തോ ഉള്ളൂ. പേടിച്ചിരിക്കുന്നുണ്ട്, പേടിയുണ്ട്. അത് അനക്കം നിന്നാൽ പോയി ചാടേണ്ട പുറത്ത്, അത് അല്ലാണ്ട് നിന്നാൽ ഓടും പേടിച്ചിട്ട്. ഇതിപ്പോൾ അനങ്ങാത്തോണ്ട് അതിൻ്റെ അടുത്തേക്ക് വരണം. അതെ ഇപ്പോൾ അതെ ഇഷ്ടല്ല. നല്ല അടിപൊളി ടോയ് ആട്ടത്, വേർത്തായിട്ടുള്ള സാധനം. താല്പര്യമില്ല. അത് വല്ലാത്തൊരു സൂക്കേടാട്ട അല്ലേ, വല്ലാത്തൊരു സൂക്കേട്. ഇവിടെ നിന്ന് ഒളിച്ചു നോക്കുന്നുണ്ട് അതിന്. കുറച്ച് കഴിഞ്ഞാൽ സൈലന്റ് ആകുമ്പോൾ അതിനകത്തോട്ടൊക്കെ പോയിട്ട് എടുക്കും. ഇത് ചാർജബിൾ. ഇതിന്റെ കൂടെ ഒരു USB കോഡ് ഉണ്ട്. അത് കുത്തിയാൽ നല്ല രീതിക്ക് ചാർജ് ആവും. ഇതാണ് ബെസ്റ്റ് സാധനം. എന്താ സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കളിക്കാൻ അതൊന്ന് തോണ്ടി പിടിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. നല്ലൊരു രസമാണ് വീട്ടില്. ഭയങ്കര ഒരു നന്ദിയുള്ളതൊന്നും അല്ല പൂച്ച, പക്ഷെ ഒരു ഡോള് പോലെ നമുക്ക് എന്ത് ഊടായപ്പോൾ പിടിച്ചാലും എനിക്കതിനെ വഴക്ക് വരാൻ തോന്നൂല. എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും എൻ്റെ ഒരു മിറർ ഇവൻ ചാടിയിട്ട് വീണ് പൊട്ടി, അതെൻ്റെ കുഴപ്പമാണ്, ഇവൻ്റെ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ക്ഷമ കെട്ടാൽ പോലും നമുക്ക് ആ മുഖം കാണുമ്പോൾ എങ്ങനെ വഴക്ക് പറയാം, അങ്ങനെ ഒരു തോന്നൽ വരും. സോ അതുകൊണ്ട് ഇവൻ ഇവിടെ സമാധാനമായിട്ട് ഇവൾ ഇവിടെ സമാധാനമായിട്ട് വീട്ടിൽ ജീവിക്കും. സോ അത്രയുള്ള ഗൈസ്. ഞാൻ വേറെ ഒന്നും പറഞ്ഞു കിട്ടുന്നില്ല. പറ്റുവാണെങ്കിൽ നല്ല, അത് ഈ പൂച്ചേനെ പേർഷ്യൻകാരനൊന്നാണ് ഞാൻ പറഞ്ഞാട്ടാ, പൂച്ച വേണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ സാധനം അടുത്തിക്കൂടെ തോന്നുന്ന ഒറ്റ ഓട്ടം കിട്ടതേ പേടി ജീവനെ കൊണ്ടുപോടുക. അതിവിടെ പാവമായിട്ട് നിൽക്കണ സാധനം. അതിനെ പേടിച്ച് നമ്മുടെ ആള് പോയി കിടക്കണ സ്ഥലം നോക്ക്. ഇത് കുളിപ്പിക്കാനുള്ള ഷാമ്പു. ആഫ്റ്റർ വാഷിന് ഞാൻ ഉപയോഗിക്കുന്ന സെറമാണ്. ഇവര് സ്വയം ഈ ബോഡി ലിക്ക് ചെയ്ത് ക്ലീൻ ആക്കുന്ന കാരണം നല്ല പൂച്ചകൾക്കൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ സ്മെല്ലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇറ്റ്സ് ലൈക്ക് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ആ സ്മെല്ല് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുക. അപ്പോൾ കുളിപ്പിച്ച് അവരൊരു ഷാമ്പു ഉണ്ട് പൂച്ചയ്ക്കും പട്ടിക്കും ഉപയോഗിക്കാനുള്ള കോമൺ ഷാമ്പു ഉണ്ട്. ആ ഷാമ്പു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ സെറ ഒന്ന് ഇവരെ കോമ്പിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒഴിക്കും. എന്നിട്ട് അങ്ങനെ ചെയ്യും. ഓൾമോസ്റ്റ് അത് ഇങ്ങനെ തുടച്ച് കളയാൻ എനിക്ക് ഇഷ്ടമല്ല. അവനെങ്ങനെ തിരിഞ്ഞ് നക്കിയാത് അകത്ത് പോയി അലോവേറെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അലോവേറയുടെ എന്തോ ഐറ്റാണിത്. പക്ഷെ എനിക്കെന്തോ ഇഷ്ടമല്ല അങ്ങനെ ചെയ്യാനായിട്ട്. പേടിയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായോന്ന് ടെൻഷൻ ഉണ്ട്.
ഇടയ്ക്കൊരു പട്ടി ഉണ്ട് അങ്ങനെ ചാടി ചാടി ഈ പട്ടിക്കുട്ടികൾ ചാടി പോണ പോലെ പോകും. ഈ സാധനത്തിന്റെ പേടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് കേൾക്കുന്ന വാ അതൊക്കെ വരും. മാന്തില്ല, മാന്തുന്ന സ്വഭാവം മാന്തില്ല, അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല കേട്ടോ. എന്നാൽ നമ്മള് അവന് വയറിന്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ തുടർന്ന് പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാനിങ്ങനെ ഇങ്ങനെ 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 ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കടിക്കാൻ വരും. അത് ലിറ്ററലി പല്ലുകൊണ്ടിട്ട് കടിക്കില്ല, പല്ലുകൊണ്ട് ഇങ്ങനെ കടിക്കുന്ന പോലെ കാണിക്കും. ആ കറക്റ്റ് നാട്ടിൽ പാടുന്ന ധൈര്യം, അതല്ലാണ്ട് വലിയ ധൈര്യമൊന്നും ഇല്ല ആൾക്ക്. അത് പൂച്ചകൾ പേടിക്കും. അപ്പൊ അതാണെങ്കിൽ നിങ്ങളിത് വാങ്ങി കൊടുക്കാണ്ടിരിക്കുക നല്ലത്. ദേ വരുന്നത് രസം പിടിച്ച ആള് ഇതെന്റെ ഇടയ്ക്ക് റാബിറ്റ് എനിക്ക് തോന്നിപ്പോവും. എന്ന് പറയുമ്പോൾ ഇതാണ് പാക്കറ്റ് വരുന്നത്. ഇത് എത്ര 7 കിലോന്റെ പാക്കറ്റാണ് വരുന്നത്. സോ അതിൻ്റെ ഒപ്പം നമുക്ക് 1 ലിറ്റർ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ആ ഒരു ഓഫർ കണ്ടപ്പോൾ നമ്മളത് മേടിച്ചത്. ഇവന് 3 നേരം ഫുഡ് കൊടുക്കും, പക്ഷെ കുറഞ്ഞ വില കൊടുക്കും. ഒരു തവണ ഞാൻ ഈ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഇവർക്ക് അധികം വെയിറ്റ് വെപ്പിക്കരുത്, ഒബീസിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ വരും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ കുറച്ചു. പക്ഷെ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ശോഷിച്ചു പോയി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അതിനെ കാണാനും ഇഷ്ടമില്ല, അങ്ങനെ തടിച്ചിരിക്കുന്ന ഭംഗി. അപ്പോൾ ഇപ്പം 3 നേരം നല്ല രീതിക്ക് പെല്ലറ്റ്സ് ഈ ഡ്രൈ ഫ്രൂട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഗുണ്ടുമണി ആയിട്ടുണ്ട് കാണാനായിട്ട്. ഇപ്പം നല്ല രസമുണ്ട്. ഇച്ചിരി വെയിറ്റ് വേണം കാണാൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര മെരിഞ്ഞിരിക്കുമ്പോൾ എത്ര വലിയ ഭംഗി തോന്നിക്കുന്നില്ല. കുറെ നേരം ഉറങ്ങും, പക്ഷെ രാത്രിക്ക് പെട്ടിക്കൊക്കെ ചാടിയോ നമ്മൾ ഞെട്ടും. സോ അത് പണിയാണ്. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പണിയാണ്. വേറെ ഇവർക്കൊരു റൂം ഉണ്ടെങ്കിൽ ആ റൂമിൻ്റെ അകത്തിടാം, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കാത്ത റൂമിൻ്റെ പുറത്തിടാം. ചില പൂച്ചകൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ പിടിച്ച് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കെട്ടിയൊക്കെ പിടിച്ച് ഇങ്ങനെ പുതപ്പൊക്കെ വിരിക്കുമ്പോൾ അതുപോലെ തന്നെ കിടത്തുള്ള പൂച്ചകൾ. പക്ഷേ ഇവൻ അങ്ങനെയല്ല, ഇവൾ അങ്ങനെയല്ല. സോ അങ്ങനെയാണ് എൻ്റെ ഇത്രയും ദിവസത്തെ പൂച്ചയോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ ഒരു അപ്ഡേറ്റ്. വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂച്ചനെ വാങ്ങുക. ആരും ഇല്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾ പൂച്ചനെ വാങ്ങൂ, ലൈഫ് ആസ്വദിക്കൂ. പൂച്ചകളെ വളർത്താൻ അതിൻ്റെതായ പാടുണ്ട്, പക്ഷെ അത് ഓവർകം ചെയ്യുകയാണെങ്കിൽ ഇവരോടൊപ്പം ജീവിതം വളരെ സുഖകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്രയുള്ളൂ ഗൈസ്. വേറെ ദിവസം വേറെ കണ്ടിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും വേറെ ഒന്നുമില്ല പറയാൻ. ടാറ്റാ.